ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അതിജീവിതകളുടെ വെളിപ്പെടുത്തലും പരാതിയുമാണ് കേസിന് വഴിത്തിരിവായത്. പരാതികളിൽ സംസ്ഥാന പോലീസിന്റെ നടപടി ദ്രുതഗതിയിലായതും രാഹുലിനും കോൺഗ്രസിനും തിരിച്ചടിയായി. 2024 ഡിസംബർ 4-ന് MLA ആയി ചുമതലയേറ്റ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നേക്ക് 1 വർഷം തികയുമ്പോൾ നാണം കെട്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. 2024 ഡിസംബർ 4-ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇന്നേക്ക് 1 വർഷം തികയുമ്പോൾ പ്രതിപക്ഷം വീരപരിവേഷം നൽകി ചുമന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ബലാത്സംഗ കേസിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്. ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഹൂ കെയേഴ്സ്? ഞാൻ ചോദിക്കുന്നതാണ്, ഹൂ കെയേഴ്സ്? ഹൂ കെയേഴ്സ് എന്ന സൂചന നൽകി MLAയുടെ തനിരൂപം പൊതുജനത്തിന് മുന്നിലെത്തിച്ചത് നടിയും മാധ്യമപ്രവർത്തകയുമായ റിനിയാൻ ജോർജ് ആണ്. ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രയോഗിച്ചത്. ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക വൈകൃതം വെളിവാക്കുന്ന ചാറ്റുകളും വോയിസുകളും പുറത്ത്. ആരോപണങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ കോൺഗ്രസിന്റെ അറിവോടെ തന്നെ പാലക്കാട് പ്രചരണത്തിൽ രാഹുൽ സജീവമായി. രാഹുലിന്റെ ലൈംഗിക അതിക്രമങ്ങളും നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്ന പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതാണ് കോൺഗ്രസിന് തലവേദനയായത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ അല്ല. നിന്റെ താനൊന്നും ആദ്യം നിർത്ത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്ന പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് രാഹുലിന് കനത്ത തിരിച്ചടിയായി. പിന്നാലെ 23 വയസ്സുകാരിയും സമാന അനുഭവം നേരിട്ടെന്ന് ചൂണ്ടിക്കാണിച്ച കോൺഗ്രസ് നേതൃത്വത്തിനും പരാതി നൽകി. അതിജീവിതകളുടെ പരാതിയിൽ പോലീസ് കർശന നടപടിയെടുത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനൽ ഒളിവിൽ പോയി. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് ഗത്യന്തരമില്ലാതെ രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.